തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, ട്രിവാൻഡ്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാവിലെയും നമുക്ക് കടന്നു വന്ന് ദൈവത്തിൽ നിന്നുള്ള ആലോചന ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി വായിക്കാം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ഹൃദയസ്പർശിയായ ഒരു ലേഖനമാണ് ഇത് കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ട ഒരു ലേഖനം കൂടെയാണ്. താൻ ഇതിന്റെ പ്രാരംഭത്തിൽ ആ ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച യേശുക്രിസ്തു ആ പ്രവൃത്തിയെ അവസാനത്തോളം തികയ്ക്കും എന്ന് ഉള്ള ഉറപ്പ് ആ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നു. അതിനുശേഷം തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് ഒരു യാദൃച്ഛികമായ ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി അവിടെയുള്ള ദൈവസഭയെ താൻ പ്രബോധിപ്പിക്കുകയാണ്. താൻ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഇത് എഴുതുമ്പോൾ അവിടെയുള്ള വിശ്വാസികളോട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വ്യസനിക്കുകയോ നിങ്ങൾ ഭയപ്പെടുകയോ ഒന്നും ചെയ്യണ്ട. അതിനു പകരം നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിന് എന്താണ് ഭവിച്ചത്? പൗലോസിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിനെ താൻ കണ്ട നാൾ മുതൽ നീറോ ചക്രവർത്തിയാൽ താൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത് വരെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവനാമത്തിനും അത് മഹത്വമായിരുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കുക. പ്രിയമുള്ളവരെ, ആ വലിയ ദൈവദാസന് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു എന്നുള്ളത് നാം എല്ലാവരും നന്നായി അത് അറിയണം എന്ന് താൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്ന തന്റെ ബന്ധനം നിമിത്തം അവിടെയുള്ള സഹോദരന്മാർ മിക്ക പേരും പൗലോസിനുണ്ടായ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനിയുകയും ചെയ്തു. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പോരായ്മകൾ, കഷ്ടതകൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം ഓർത്ത് നാം ആകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭവിക്കുന്നത് അത് ദൈവനാമ മഹത്വത്തിനും
സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമായി തീരണം എന്നുള്ളതാണ് ഓരോ വിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ ദൈവം നമ്മൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ നാം ഓർത്തിരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ കുറവുകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുമാകട്ടെ, അതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും തീർന്നില്ല. ആ പ്രയാസങ്ങൾ കണ്ട് അനേകർക്ക് കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാനും കർത്താവിന് വേണ്ടി എരിവോടെ ജീവിക്കുവാനും ഇടയായി തീരണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാമും ഇങ്ങനെ പറയും, എനിക്കും ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അങ്ങനെ പറയുവാൻ ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. ദൈവ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.